എല്ലാവർക്കും ശ്രീനാഥ് റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ ഇഷ്ടം ഉണ്ടാക്കുന്നത് ഉള്ളി ഉരുളക്കിഴങ്ങ് കൊണ്ടാണ്. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങിന് പകരം കപ്പ കൊണ്ട് ഇഷ്ടം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള കപ്പ ഒരു പ്രഷർ കുക്കറിൽ എടുക്കുകയാണ്. അതിലേക്ക് ഒരു 5 കപ്പ് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ഇടുകയാണ്. ഇനിയിപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരണ വരെ വേവിക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ ഞാനൊരു 2 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് നന്നായി പിഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ എടുക്കണം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് പാൽ കിട്ടിയിട്ടുണ്ട്. അത് നല്ല തിക്കുമാണ്. അതിൽ 1 ടേബിൾ സ്പൂൺ നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് വയ്ക്കുകയാണ്. അത് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന ചിരകിയ തേങ്ങയിൽ നിന്ന് 2ാം പാൽ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ അത് നന്നായി പിഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലെടുത്ത് ബാക്കി വരണ ഈ തേങ്ങ കളയണ്ട. അതുകൊണ്ട് ചട്നി പൗഡർ ഉണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ 3 കപ്പ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഉള്ളി എടുക്കുകയാണ്. അതിൽ 3 നെടുകെ കീറിയ പച്ചമുളകും കുറച്ച് ഉപ്പും ഇടുകയാണ്. എന്നിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ചു വയ്ക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഉള്ളി സോഫ്റ്റ് ആവണത് വരെ വേവിക്കണം. ഇപ്പോൾ ഈ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് അതിലുള്ള വെള്ളം ഊറ്റിക്കളയണം. ഈ ഉള്ളി ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്കിപ്പോൾ വേവിച്ച കപ്പ ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2ാം പാൽ ചേർക്കണം.
അത് നന്നായി ഇളക്കണം. ഈ രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് അതധികം തിളയ്ക്കാൻ വിടരുത്. അതൊന്ന് നല്ല ചൂടായി തിളച്ച് വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യണം. ഇപ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ തേങ്ങാപ്പാലും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കണം. അത് നന്നായി ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കണം. ഇതൊരു അരമണിക്കൂർ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇപ്പം നമ്മളുടെ ടപ്പിയോക്ക സ്റ്റ്യൂ അല്ലെങ്കിൽ കപ്പ സ്റ്റൂ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും അതുപോലെ വെള്ളപ്പത്തിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇത് ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം.